മല്ലു ക്രിക്കറ്റ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധരംശാല ടെസ്റ്റിൽ ഇന്ത്യ ഡ്രൈവിംഗ് സീറ്റിൽ. ഇംഗ്ലണ്ടിന്റെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ 218 മറുപടി രണ്ടാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ 8 വിക്കറ്റ് നഷ്ടത്തിൽ 473 റൺസ് എന്ന നിലയിലാണ്. ഇതോടെ 2 വിക്കറ്റ് അവശേഷിക്കെ ഇന്ത്യ ഇംഗ്ലണ്ടിനേക്കാൾ 285 റൺസ് ലീഡ് സ്വന്തമാക്കി. ഇന്ത്യയ്ക്കായി രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും സെഞ്ചുറി നേടിയപ്പോൾ അരങ്ങേറ്റ താരം ദേവദത്ത് പടിക്കൽ, യുവതാരങ്ങളായ സർഫറാസ് ഖാൻ, യഷ്സി ജയ്സൽ എന്നിവർ അർദ്ധ സെഞ്ചുറിയും നേടുകയും ചെയ്തു. രോഹിത് ശർമ്മ 162 പന്തിൽ 13 ഫോറും 3 സിക്സും സഹിതം 103 റൺസാണ് നേടിയത്. ശുഭ്മാൻ ഗില്ലാകട്ടെ 180 പന്തിൽ 12 ഫോറും 5 സിക്സും സഹിതം 110 റൺസും നേടി. ഇരുവരും രണ്ടാം വിക്കറ്റിൽ 171 റൺസാണ് ഇന്ത്യൻ സ്കോർ ബോർഡിൽ എത്തിച്ചത്. പിന്നീട് ക്രീസിലെത്തിയ ഇന്ത്യൻ യുവതാരങ്ങളായ സർഫറാസ് ഖാനും ദേവദത്ത് പടിക്കലും തകർപ്പൻ പ്രകടനം തുടർന്നു. അരങ്ങേറ്റ മത്സരം കളിക്കുന്ന ദേവദത്ത് പടിക്കൽ 103 പന്തിൽ 10 ഫോറും 1 സിക്സും സഹിതം 65 റൺസാണ് നേടിയത്. സർഫറാസ് ഖാൻ ആകട്ടെ 60 പന്തിൽ 8 ഫോറും 1 സിക്സും സഹിതം 56 റൺസും നേടി. ഇരുവരും നാലാം വിക്കറ്റിൽ ഇതുവരെ 98 റൺസ് കൂട്ടിച്ചേർത്തു. എന്നാൽ പിന്നീട് രവീന്ദ്ര ജഡേജ 15ഉം ധ്രുവ് ജുറൽ 15ഉം രവിചന്ദ്ര അശ്വിൻ 0 എന്നിവർ പെട്ടെന്ന് പുറത്തായി. ഒടുവിൽ 27 റൺസുമായി കുൽദീപ് യാദവും 19 റൺസുമായി ജസ്പ്രീത് ബുംറയുമാണ് മത്സരം അവസാനിക്കുമ്പോൾ ക്രീസിൽ. ഇരുവരും ഇതുവരെ 51 റൺസ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇംഗ്ലണ്ടിനായി ഷുഹൈബ് ബഷീർ 44 ഓവറിൽ 170 റൺസ് വഴങ്ങി 4 വിക്കറ്റ് എടുത്തു. ടോം ഹാർഡ്ലി 2ഉം ജെയിംസ് ആൻഡേഴ്സണും ബെൻ സ്റ്റോക്സും ഓരോ വിക്കറ്റ് വീഴ്ത്തി. അപ്പോൾ ഇതുപോലുള്ള ട്രെൻഡിങ് ക്രിക്കറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മല്ലു ക്രിക്കറ്റ് കോർണർ എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.